ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും വർത്തമാനങ്ങളും എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ബഷീറാണ്, റിച്ചൂസ് കിച്ചണിൽ നിന്ന്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ചിക്കൻ സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. ചിക്കൻ സാമ്പാർ ഇതുവരെ യൂട്യൂബിലൊന്നും ആരും ചെയ്യാത്ത ഒരു വെറൈറ്റി ഡിഷ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ, ചിക്കൻ ഇട്ടിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ചിക്കൻ ഒരു 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി മസാല ഇട്ടിട്ട് ചിക്കൻ നമുക്കൊന്ന് പൊരിക്കണം. പിന്നെ വെജിറ്റബിൾ ഇതൊക്കെ മുരിങ്ങക്കായി, പിന്നെ ചേമ്പ്, പിന്നെ കുമ്പളങ്ങ, പിന്നെ വെജിറ്റബിൾ കൂസ, ഗറ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി മിക്സാക്കി കട്ട് ചെയ്ത് വെച്ചത്, ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞത്, ഒരു 4 മീഡിയം സൈസ് ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, തക്കാളി, പിന്നെ മസാലപ്പൊടികൾ, അറബിക്ക് മസാല, മല്ലിപ്പൊടി, കാശ്മീരി മുളക്, മഞ്ഞൾപ്പൊടി, മിക്സ് മസാല എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള മസാലപ്പൊടികൾ, എണ്ണ, ഉപ്പ്. ഇപ്പോൾ അതാ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായിട്ട് നമുക്ക് ആദ്യം ആ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം ഞാൻ കടായിൽ എണ്ണ ചൂടായി ഉള്ളി അതിലിട്ടെടുത്ത് നമ്മളെ ഉള്ളി ഇതാ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫുൾ ഫ്രൈ ആവട്ടെ, നല്ലൊരു മഞ്ഞ കളർ പോലെ കൊണ്ടായി വരട്ടെ, ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പം ഞാൻ നേരത്തെ മസാല ഇട്ട് വെച്ച് നമ്മളെ ചിക്കൻ സാമ്പാർ ഉണ്ടാക്കാനുള്ള ചിക്കൻ ഇതാ ഞാൻ എണ്ണയിലിട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഫുള്ളായിട്ട് പൊരിക്കരുത്, ഒരു അരഭാഗം പൊരിക്കുക, ബാക്കി നമുക്ക് കറി സാമ്പാറിൻ്റെ കൂടെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് പൊരിഞ്ഞ് വരട്ടെ, ഉള്ളി ഒന്ന് വാടിയും വരട്ടെ. ഇപ്പം നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് നല്ലതാണ്, നമ്മൾ എടുത്ത് വെച്ച മസാലയിലൊക്കെ ഇട്ട് കൊടുക്കണം. മസാലപ്പൊടി ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. എടുത്ത് വെച്ച എല്ലാ മസാലപ്പൊടികൾ ഇതാകണ്ട മിക്സാക്കി എടുത്ത് വെച്ച മസാലപ്പൊടികൾ. അപ്പോൾ അതൊന്ന് എണ്ണയൊക്കെ എടുത്തൊന്ന് മൂത്ത് വരട്ടെ. ഫ്രൈ ആയി ഇങ്ങോട്ട് വരുന്നതിലായ പച്ചമുളകൊന്ന് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച വെണ്ടയും നമ്മൾ മസാല പരത്തി വെച്ചിട്ടുണ്ട്, അതൊന്ന് ഫ്രൈ ആക്കി. ഇപ്പം നമ്മൾ ചിക്കൻ സാമ്പാർ ഉണ്ടാക്കാനുള്ള മസാല ഇതാ കണ്ടോ. ഞാൻ മസാലപ്പൊടിയൊക്കെ വറുത്ത് ഇങ്ങനെയുള്ളത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച വെജിറ്റബിളൊക്കെ ഇല്ല കാട് ചെയ്ത് കൊടുക്കും. ഇനി മിക്സഡ് വെജിറ്റബിൾ എല്ലാ വെജിറ്റബിളും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ല കണ്ടീഷനാക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ഇതൊന്ന് കുക്കാക്കി എടുക്കുക. ഇപ്പം ഞാൻ വെജിറ്റബിളെല്ലാം നമ്മളെ സാമ്പാറിലിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഞാൻ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തുകൊണ്ട് എടുക്കുക. വെജിറ്റബിൾ എല്ലാം നല്ല എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, മറച്ചിട്ടിട്ടുണ്ട്. ഒരു 10 സെക്കൻഡ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് വെണ്ട എടുത്തിട്ട് പൊരിച്ചെടുക്കാം. വെണ്ടയൊന്ന് പൊരിക്കാം. ഇവ കണ്ടോ, നമ്മൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആക്കാം കേട്ടോ. അതിന് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ എണ്ണയിൽ നിന്നിട്ടിട്ട് ആ ഫിംഗർ ഒന്ന് പൊരിച്ചെടുക്കാം. വെണ്ട ബാമിയ അതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിക്കാം. ചിക്കൻ പൊരിഞ്ഞിട്ട് ഇനി ഇത് കുറഞ്ഞ ഭാഗത്തോട് കുക്കാവാനുണ്ട്. അത് നമുക്ക് മറ്റേ സാമ്പാറിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വെണ്ട, നമ്മുടെ നാട്ടിൽ വെണ്ട എന്ന് പറയുന്നത് അറബിയിൽ ബാമിയ എന്ന് പറയും, ഇംഗ്ലീഷിൽ ലേഡീസ് ഫിംഗർ എന്നൊക്കെ പറയും. അത് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ പൊരിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ കൊഴുപ്പുണ്ടല്ലോ, വെണ്ടൻ്റെ കൊഴുപ്പ് അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാണ്ടി, സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന നേരം ഇങ്ങനെ ഒന്ന് പൊരിച്ചിട്ട് നോക്കാണ്ടി, ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 2 സെക്കൻഡ്, ഒരു 5 സെക്കൻഡ് കൂടി 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിക്കുക. ചിക്കൻ ഇവിടെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇടാനുള്ളതാണ്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് പൊരിക്കുക. എല്ലാവരും കറി വെക്കുന്ന നേരം പൊരിച്ചിങ്ങനെ ഇട്ടോ കണ്ടി, അതിൻ്റെ ടേസ്റ്റിന് തന്നെ വല്ലാതൊരു മാറ്റം ഉണ്ടാവും. ഇപ്പോൾ കണ്ടാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പച്ചക്കറി നമ്മളിലിട്ട് മുരിങ്ങക്കായി, ക്യാരറ്റ്, കുമ്പളം, ചേമ്പ് എല്ലാ സാധനവും വെന്ത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പം നമ്മൾ പൊരിച്ച് റെഡിയാക്കി വെച്ചതാ ബാമിയയും ചിക്കനും ഇതിലൊക്കെ ആഡ് ചെയ്തെടുക്കുക. ഇതൊന്ന് കുക്കാവാനുണ്ട്. ഒരു 10 മിനിറ്റ് നേരം കൂടി ചിക്കൻ ഒന്ന് കുക്കാവാനുണ്ട്. അപ്പോൾ ചിക്കൻ നമുക്ക് ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, ബാമിയും ചിക്കനും. അപ്പോൾ അതും ഞാൻ ഇതിലൊക്കെ ആഡ് ചെയ്ത് ഇനി എന്ത് ചെയ്യാം, അതൊന്ന് നന്നാക്കി നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതൊരു ഒരു 20 മിനിറ്റ് ഇതൊന്ന് ഇതിൽ കിടന്ന് തിളച്ച് റെഡിയായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കടുക് ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ച് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഒരു 1/4 മണിക്കൂർ ഒന്ന് തിളക്കും. ഇപ്പം നമ്മൾ ചിക്കൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അതൊന്ന് വറവ് ചെയ്യണം. അതിനിതാ കറിവേപ്പിലുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിൽ എരിഞ്ഞത്, കടുക്, ചെറിയ ജീരകം, വലിയ ജീരകം അതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊരു അടിപൊളി ഫ്രൈ ആക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
ഫ്രൈ പാന ചൂടായി വരുമ്പോൾ നമ്മൾ കയ്യിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ച് റെഡിയാക്കും. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കി. ഇപ്പോൾ കണ്ടതാ നമ്മളെ കറിവേപ്പില, ഇഞ്ചി, കടുക്, ചെറിയ ജീരകം, വലിയ ജീരകം അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല അടിപൊളി ഫ്രൈ ആക്കി കൊണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന നേരം ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആയി കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ചൂട് തണിന്നതിന് മുന്നേ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് അതിലൊഴിച്ച് കൊടുത്ത് ഇനി ലേശം ഇതിൽ നിന്ന് മുക്കിയിട്ട് ഇപ്പോൾ കണ്ടോ നമ്മൾ സാമ്പാർ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ സാമ്പാർ നല്ല തിക്കിലായിട്ട് ഉണ്ടാക്കിയത്, അടിപൊളി ടേസ്റ്റാണ് മക്കളെ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ പൊറാട്ട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ പൊറാട്ടൻ്റെ പൊടി ഇവിടെ കുഴച്ച് ബോൾ പിടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി പൊറാട്ട ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മളെ ചിക്കൻ സാമ്പാർ ഉള്ളതാ നല്ല കുറുകിയ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല പീസ് ഇതാ ചിക്കനൊക്കെ ഇതാ നല്ല അടിപൊളി മുരിങ്ങക്കാലുണ്ട്, വെണ്ടുണ്ട്, എല്ലാം നല്ല അടിപൊളി ചിക്കൻ സാമ്പാർ. അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല പൊറാട്ടയും. ഇന്ന് രാത്രിയത്തെ നാടൻ ഫുഡ് പൊറാട്ട, ചിക്കൻ സാമ്പാർ. വെറൈറ്റിയാണ്, ടേസ്റ്റിയാണ്, ഒരു പുതുമയാണ്. ചിക്കൻ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കി നോക്കിയതാണ്. നന്നായിട്ടുണ്ട്, ടേസ്റ്റൊക്കെ ഉണ്ട്. നമ്മളിത് കഴിച്ചു വെക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. റിച്ചൂസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ റിച്ചൂസ് കിച്ചൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളെ ചിക്കൻ സാമ്പാർ അടിപൊളി വെറൈറ്റി എല്ലാവരും ഉണ്ടാക്കുക, കമൻറ്റ് എഴുതി അറിയിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ഗുഡ് ബൈ, ശുഭനിദ്ര, ശുഭരാത്രി.